നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി തൃശൂർ. കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് കലാകിരീടം തൃശൂരിലെത്തുന്നത്. പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കിയ ജനകീയ മോണിറ്ററിംഗ് പദ്ധതി കൂടുതൽ പ്രായോഗികമാക്കണമെന്ന ആവശ്യം ഉയരുന്നു. നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുന്നതിന് മുൻപ് ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കാൻ കഴിയണമെന്ന് ആവശ്യം. പ്രസിദ്ധമായ വരാക്കര പൂരത്തിനും പുതുക്കാട് പാലാഴി അമ്പലക്കടവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരജ്യോതി ഉത്സവത്തിനും പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിനും കൊടിയേറി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അളഗപ്പനഗർ പഞ്ചായത്തിൽ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തോടനുബന്ധിച്ച് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പുതുക്കാട് സെന്ററിൽ പ്രചാരണ ജാഥ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി തൃശൂർ. കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് കലാകിരീടം തൃശൂരിലെത്തുന്നത്. 1008 പോയിന്റ് നേടിയാണ് തൃശൂർ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയത്. 1999 കൊല്ലം കലോത്സവത്തിലാണ് തൃശൂർ അവസാനമായി കപ്പ് നേടിയത്. സ്കൂളുകളിൽ ആലത്തൂർ, ഗുരുകുലം 12ാം തവണയും ചാമ്പ്യന്മാരായി. 1 പോയിന്റിന്റെ വ്യത്യാസത്തിൽ 1007 പോയിന്റോടെയാണ് പാലക്കാട് 2ാം സ്ഥാനത്ത് എത്തിയത്. തുടക്കം മുതൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയിരുന്ന കണ്ണൂർ ജില്ലയാണ് 3ാം സ്ഥാനത്ത്. ജനുവരി 4 മുതൽ തലസ്ഥാന നഗരിയിൽ ആരംഭിച്ച സ്കൂൾ കലോത്സവത്തിന് ഇതോടെ സമാപനമായി. പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ കൃത്യതയും ഗുണനിലവാരവും ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ജനകീയ മോണിറ്ററിംഗ് പദ്ധതി കൂടുതൽ പ്രായോഗികമാക്കണമെന്ന് ആവശ്യം ഉയരുന്നു. പുതിയ റോഡുകൾ, നിലവിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങി പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതാണ് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്ന ജനകീയ മോണിറ്ററിംഗ് സംവിധാനം. ഓരോ പ്രവൃത്തി മേഖലയിലും ഇത്തരം ബോർഡുകൾ പ്രദർശിപ്പിച്ചതായി കാണാൻ കഴിയും. പ്രവൃത്തിയുടെ വിശദാംശങ്ങൾ മുതൽ കരാറുകാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും പേരുകളും ഫോൺ നമ്പറും ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന ന്യൂനതകൾ, പ്രശ്നങ്ങൾ എന്നിവ ബന്ധപ്പെട്ടവരെ വിളിച്ചറിയിക്കുന്നതിന് ഇതിലൂടെ സാധിക്കും. സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിനായുള്ള ഒരു ടോൾ ഫ്രീ നമ്പറും ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിർമ്മാണ ജോലികളുടെ കൃത്യതയും സുതാര്യതയും ഉറപ്പാക്കുക എന്നതോടൊപ്പം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ജനങ്ങളുടെ നികുതിപ്പണമാണ് സർക്കാർ ചിലവഴിക്കുന്ന ഓരോ രൂപയും. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ തങ്ങൾക്കും പങ്കാളിത്തമുണ്ട് എന്ന തിരിച്ചറിവോടെ പൊതുമുതലുകൾക്ക് ജനങ്ങൾ ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നിടത്താണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കപ്പെടുന്നത് എന്നതിനാൽ പലപ്പോഴും ജനം കാവൽക്കാരല്ല, വെറും കാഴ്ചക്കാരായി മാറുകയാണ്. ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും നമ്പറുകളിൽ വിളിച്ചാൽ പലപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരിക്കും. നിർമ്മാണ സമയത്ത് ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നതും ഇതിൻ്റെ പോരായ്മയാണ്. നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങുന്നതിന് മുൻപ് ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കാൻ കഴിയണമെന്നാണ് പൊതുപ്രവർത്തകരുടെ ന്യായമായ ആവശ്യം. ജനങ്ങളല്ല, ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമാണ് കാവൽക്കാരാകേണ്ടതെന്നും അപാകതകൾ കണ്ടുപിടിച്ച് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അവരാണെന്നും ജനങ്ങൾ യജമാനന്മാരാണെന്നും മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി സെക്രട്ടറി AN സന്തോഷ് പറഞ്ഞു. ഇവിടെ നമ്മുടെ റോഡുകളിൽ, പാതയോരങ്ങളിൽ റോഡ് പണി കഴിഞ്ഞും മറ്റൊരു സമയങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നത് കണ്ടായിരുന്നു. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നാണ്. ജനങ്ങൾ ഒരു കാരണവശാലും അതിന്റെ കാവൽക്കാരാവുന്നില്ല. ഇത് റോഡ് പണി കഴിയുന്നതിന് മുന്നേ, റോഡ് പണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കൊണ്ടുവയ്ക്കേണ്ട ബോർഡാണ്. എന്നാലാണ് ജനങ്ങൾക്ക് ആരാണ് വർക്ക് എടുത്തിരിക്കുന്നതെന്നും അതിലെന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കാനുണ്ടെന്നും എന്തൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് റോഡ് പണി കഴിഞ്ഞ് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അവിടെ ഇത് സ്ഥാപിക്കുന്നത്. ജനങ്ങൾ ഒരിക്കലും കാവൽക്കാരല്ല. ഇത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഒരു വർക്ക് നടക്കുമ്പോൾ അവിടെ വന്നു നിന്നുകൊണ്ട് അവർ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ടാണോ ആ വർക്ക് നടത്തിയിരിക്കുന്നത് കണ്ടുപിടിച്ച് അത് കുറ്റമറ്റതാക്കി തീർക്കേണ്ടത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്.
ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും കത്തയച്ചതായും ഇക്കാര്യം സർക്കാർ പരിഗണിച്ചതായും അദ്ദേഹം പറയുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും അതിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമാണ് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന പേരിൽ ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കപ്പെടുന്നത്. എന്നാൽ റോഡിന്റെ അറ്റകുറ്റപ്പണികളടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ മാത്രമല്ല അധികൃതർ കൂടി കാഴ്ചക്കാരാകുന്നതാണ് നിലവിലെ സ്ഥിതിവിശേഷം. ഇത്തരം ബോർഡുകൾ ജനങ്ങൾക്ക് നേരെയുള്ള ട്രോളുകളാണോ എന്നും സംശയമുയരുന്നു. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൂരത്തിന് കൊടിയേറി. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം തന്ത്രി വിജയൻ കാരുമാത്ര കൊടിയേറ്റ് നിർവഹിച്ചു. മേൽശാന്തി CN വത്സൻ, ക്ഷേത്രയോഗം ഭാരവാഹികളായ MV വിജയൻ, MV സുരേഷ്, VK സുനിൽ ബാബു, ഭാഗ്യവതി ചന്ദ്രൻ, CR ബാബുരാജ്, NR വിജയൻ, CR ആര്യൻ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 13-നാണ് പൂരം. 20 പൂരസെറ്റ് കരയോഗങ്ങളുടെ പങ്കാളിത്തത്തിൽ 20 ഗജവീരന്മാരെ അണിനിരത്തി പൂരവും കാവടി ആഘോഷവും നടക്കും. കൊടിയേറ്റം മുതൽ പൂര ദിവസം വരെ വിവിധ കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറും. പൂര ദിവസം വൈകിട്ട് വരാക്കര ദേശത്ത് നന്ദിക്കര സാംബവരുടെ പന്തൽ വരവും നടക്കും. പുതുക്കാട് പാലാഴി അമ്പലക്കടവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരജ്യോതി ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് പൂക്കോട് കീനൂരപ്പൻ ഭജനാ സംഘത്തിന്റെ ഭക്തിഗാനസുധ അരങ്ങേറി. ഉത്സവ ദിനങ്ങളിൽ നിത്യവും രാവിലെ നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, ശ്രീവൈലി, വൈകിട്ട് കേളി, പറ്റ്, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ്, വിളക്കാചാരം, ഇടയ്ക്കാപ്രദക്ഷിണം എന്നിവയുണ്ടാകും. വലിയ വിളക്ക് ദിവസമായ 12-ന് രാവിലെ ഉത്സവ ബലി, വൈകിട്ട് 7-ന് അരുൺ പാലാഴിയുടെ തായമ്പക എന്നിവയുണ്ടാകും. 13-ന് പള്ളിവേട്ട ദിനത്തിൽ രാവിലെ വിശേഷാൽ പഞ്ചാരിമേളം, രാത്രി 8:30-ന് കലാസമിതി ആലിൻചോട്ടിൽ പള്ളിവേട്ട, കൊടകര ഉണ്ണി നയിക്കുന്ന പാണ്ടിമേളം, 14-ന് രാവിലെ 9-ന് ആറാട്ട്, 10-ന് കൊടിക്കൽപ്പറ, 12-ന് കലശം, വൈകിട്ട് 6:30-ന് കളരി പരദേവതാ ക്ഷേത്രത്തിൽ നിന്നും മകരജ്യോതി ഘോഷയാത്ര, മകരജ്യോതി സമർപ്പണം, കല്ലുവഴി ബാബു നയിക്കുന്ന പഞ്ചവാദ്യം എന്നിവയാണ് പരിപാടികൾ. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, മേൽശാന്തി വിജേഷ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. വ്യാഴാഴ്ച വൈകിട്ട് 8-ന് തൃശൂർ ഉദയ കമ്മ്യൂണിക്കേഷന്റെ കാറ്റാടി യന്ത്രം നാടകം, വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ട് 8-ന് നൃത്തനൃത്യങ്ങൾ, 12-ന് വൈകിട്ട് കരോക്കെ ഗാനമേള എന്നിവയാണ് കലാപരിപാടികൾ. പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ താലോപ്പലി മഹോത്സവത്തിന് കൊടിയേറി. ഈ മാസം 14-നാണ് താലോപ്പലി. താലോപ്പലി ദിവസം രാവിലെ 9-ന് ശീവേലി എഴുന്നള്ളിപ്പ് നടക്കും. കേളത്ത് സുന്ദരന്മാരാരും സംഘവും മേളത്തിന് നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 12:10 മുതൽ ക്ഷേത്രസന്നിധിയിൽ കാവടിയാട്ടം ആരംഭിക്കും. ഉച്ചതിരിഞ്ഞ് 2:30-ന് പറക്കെഴുന്നള്ളിപ്പ്, വൈകിട്ട് 6:30-ന് ദീപാരാധന, നാദസ്വരം എന്നിവയും, രാത്രി 7:30-ന് ഗാനമേള, പുലർച്ചെ 12:10 മുതൽ കാവടിയാട്ടം, 2:30-ന് താലോപ്പലി എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അളഗപ്പ് നഗർ പഞ്ചായത്തിൽ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിക്ക് തുടക്കമായി. ആദ്യഘട്ടമായി പച്ചളിപ്പുറം തോട്ടുരുത്തി തോടിന്റെ പുനരുദ്ധാരണവും കയർപൂ വസ്ത്രമിരിക്കലും പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജശ്രീ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസൺ തയ്യാലക്കൽ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ G ജോജോ, PK ശേഖരൻ, PS പ്രീജു, നിമിത ജോസ്, ജീഷ്മ രഞ്ജിത്ത്, MG NR EGS അസിസ്റ്റന്റ് എഞ്ചിനീയർ രേണുക, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ഷെറിൻ എന്നിവർ പ്രസംഗിച്ചു. വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തോടനുബന്ധിച്ച് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പുതുക്കാട് സെന്ററിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മാലിന്യ സംസ്കാരവും അവബോധവും പൊതുസമൂഹത്തിൽ ഉണർത്തുക എന്ന വിഷയത്തിലാണ് ജാഥ സംഘടിപ്പിച്ചത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത് വികസന സ്വകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആൻസി ജോബി,
സുമ ഷാജു, ഫിലോമിന ഫ്രാൻസിസ്, പുതുക്കാട് പഞ്ചായത്ത് സെക്രട്ടറി പി ഉമ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി MA അനൂപ്, ജൂനിയർ സൂപ്രണ്ട് KM അൻവർ, പുതുക്കാട് സെന്റ് ആന്റണീസ് HSS പ്രധാനാധ്യാപകൻ M യൂജിൻ പ്രിൻസ് എന്നിവർ പ്രസംഗിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ മൂന്നാമത് 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ SC/ST വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ലാപ്ടോപ്പിന്റെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പിള്ളി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ സരിത സുരേഷ്, KU വിജയൻ, ഭരണസമിതി അംഗം തോമസ് തൊക്കലത്ത്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KB ജോഷി, ഭരണസമിതി അംഗങ്ങളായ AS സുനിൽകുമാർ, നിജി വത്സൻ, K വൃന്ദകുമാരി, ജിനി സതീശൻ, ശ്രീജിത്ത് പട്ടത്ത്, നികിത അനൂപ്, സേവ്യർ ആളൂക്കാരൻ, മണി സജയൻ, റോസ്മി ജയേഷ്, നിത അർജുനൻ എന്നിവർ സന്നിഹിതരായി. ഈ വർഷം നമ്മൾ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യാനുള്ള പദ്ധതിക്ക് തുക വകയിരുത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി ഇന്നിവിടെ നടപ്പിലാക്കുന്നത്. കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച നടക്കുന്ന തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ അരങ്ങേറി. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ വിഷ്ണു നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം വെള്ളിക്കുളങ്ങര ISHO K കൃഷ്ണൻ നിർവഹിച്ചു. ക്ഷേത്രം മുൻ സെക്രട്ടറി KK സുബ്രൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സുരേഷ് കടപ്പശ്ശേരിക്കാരൻ, ജോയിന്റ് സെക്രട്ടറി ബാബു കൗങ്ങാപ്പിള്ളി, ട്രഷറർ ഷനൂജ് വെട്ടിയാട്ടിൽ, ഭഗ്നി മണ്ഡൽ സെക്രട്ടറി ഷീല രാജൻ, കമ്മിറ്റി അംഗം രാമൻ തയ്യിൽ എന്നിവർ സംസാരിച്ചു. 58-ാം വയസ്സിൽ നിയമം പഠിച്ച് വക്കീൽ കുപ്പായം അണിയുകയാണ് കോടാലി സ്വദേശിനി മിനി ഡേവിസ്. മക്കളും പേരക്കുട്ടികളുമായി കഴിഞ്ഞാൽ ഇനി ഒന്നിനും കഴിയില്ല എന്ന് കരുതി വീട്ടകങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകൾക്ക് കരുത്തും പ്രചോദനവും പകരുന്നതാണ് മിനി ഡേവിഡിന്റെ LLB ബിരുദം. കോടാലി ചിറയത്ത് വീട്ടിൽ ഡേവിസിന്റെ ഭാര്യയായ മിനിക്ക് LLB നേടണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പരിയാരം കാഞ്ഞിരപ്പള്ളിയിലെ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന മിനി കൊമേഴ്സിൽ ബിരുദമെടുത്ത് വൈകാതെ വിവാഹിതയായി. വിവാഹത്തിന് മുമ്പ് കുറച്ചുകാലം പരിയാരം സഹകരണ ബാങ്കിൽ ജോലി ചെയ്തിരുന്നു. കുടുംബജീവിതത്തിലേക്ക് കടന്നതോടെ കുട്ടികളുടെ പരിചരണത്തിനായി മുഴുവൻ സമയവും മാറ്റിവെച്ച് വീടിനുള്ളിൽ ഒതുങ്ങി. ഭർത്താവ് പ്രവാസിയായതിനാൽ കുട്ടികളുടെ സംരക്ഷണ ചുമതല മുഴുവനായും ഏറ്റെടുക്കേണ്ടി വന്നു. ഇടയ്ക്ക് കുറച്ചുകാലം മുംബൈയിലും ഗൾഫിലും ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം താമസിച്ചു. LLB അപ്പോഴും മനസ്സിലെവിടെയോ ഉറങ്ങിക്കിടന്നിരുന്നുവെന്ന് അഡ്വക്കേറ്റ് മിനി ഡേവിസ് പറഞ്ഞു. വീട്ടുജോലികളും പറമ്പിൽ പച്ചക്കറി കൃഷിയുമായി കഴിഞ്ഞുകൂടിയിരുന്ന മിനിയുടെ മനസ്സിലേക്ക് വീണ്ടും LLB മോഹം ചേക്കേറിയത് മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയായ ശേഷമാണ്. മകൾ വിവാഹിതയും എയർ ഇന്ത്യയിൽ ഉദ്യോഗസ്ഥയുമായി. മകനും വിദേശത്ത് ജോലി ലഭിച്ചു. ഭർത്താവ് പ്രവാസിയായതിനാൽ മിനി വീട്ടിൽ തനിച്ചാകുമെന്ന ഘട്ടം എത്തിയപ്പോൾ മകൻ ഫെലിക്സ് ആണ് അമ്മയുടെ മനസ്സിലെ പണ്ടുമുതലെയുള്ള മോഹം സഫലമാക്കാൻ മുൻകൈയെടുത്തത്. പാലക്കാട് ലക്കിടിയിലെ നെഹ്റു അക്കാദമി ഓഫ് ലോയിൽ ചേർന്ന മിനി പഠനം ആരംഭിച്ചു. തന്റെ മക്കളെക്കാൾ പ്രായം കുറഞ്ഞ സഹപാഠികൾക്കൊപ്പം ഇരുന്നാണ് മിനി നിയമപഠനം പൂർത്തിയാക്കിയത്. ഹോസ്റ്റലിൽ താമസിച്ച് റെഗുലർ സ്റ്റുഡന്റായി ദിവസവും ക്ലാസ്സിലെത്തിയിരുന്ന തന്നോട് സഹപാഠികളായ പെൺകുട്ടികൾക്ക് ബഹുമാനം കലർന്ന സ്നേഹമാണ് ഉണ്ടായിരുന്നതെന്ന് മിനി പറയുന്നു. കോഴ്സ് പൂർത്തിയാക്കി സപ്ലി ഇല്ലാതെ വിജയിച്ച മിനി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്തത് അഭിഭാഷക വൃത്തിക്ക് തുടക്കം കുറിച്ചു. ചാലക്കുടി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനാണ് തീരുമാനം. വർഷങ്ങൾക്ക് മുമ്പുള്ള ക്യാമ്പസ് ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു രണ്ടാം ക്യാമ്പസ് ജീവിതത്തിലെ അനുഭവങ്ങളെന്നും അഡ്വക്കേറ്റ് മിനി ഡേവിസ് പറഞ്ഞു. എനിക്ക് മെയിനായിട്ട് സപ്പോർട്ടീവായത് എൻ്റെ ഫാമിലി തന്നെയാണ്. ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ശരിക്കും ആദ്യത്തെ സപ്പോർട്ട് കൊടുക്കേണ്ടത്. കാരണം വീട്ടമ്മമാരായിട്ട് തന്നെ കഴിയുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ മാത്രമായിട്ട് കഴിയുന്നവർക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. എല്ലാ കുടുംബിനികൾക്കും അവരുടെ ഹസ്ബൻഡുമാരുടെയും മക്കളുടെയും സപ്പോർട്ട് വേണം ഇങ്ങനെ മുന്നോട്ട് വരാൻ. എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എൻ്റെ സ്ട്രോങ് പില്ലർ. ആള് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും സപ്പോർട്ടായിട്ട് എനിക്ക് നിന്നത്. പിന്നെ എൻ്റെ ചേട്ടൻ അഡ്വക്കേറ്റ് സിറിയക്ക് വർഗീസ്, ആളും വളരെയധികം താല്പര്യത്തോടുകൂടി എന്നെ മുന്നോട്ട് നയിക്കാൻ ആളും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഇപ്പം ഞാനൊരു വക്കീലായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഭർത്താവും മക്കളും ബന്ധുക്കളും അടങ്ങുന്ന കുടുംബം കട്ട സപ്പോർട്ടുമായി ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന മോഹം സാക്ഷാത്കരിക്കാനായത്.
ഒരിക്കലും സാക്ഷാത്കരിക്കാനാവില്ല എന്ന് കരുതി മനസ്സിൽ സൂക്ഷിച്ച സ്വപ്നം കഠിന പ്രയത്നത്തിലൂടെ സഹധർമ്മിണി നേടിയെടുത്തതിൽ തനിക്കും കുടുംബത്തിനുമുള്ള അതിരറ്റ ആഹ്ലാദം ഡേവിസ് ചെറിയത്തും പങ്കുവച്ചു. എനിക്ക് വാക്കുകളൊന്നുമില്ല പറയാനായിട്ട്. കാരണം അത്രയ്ക്ക് ഇൻസ്പിറേഷനാണ് ആള് ഈ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്തത് തന്നെ. കാരണം പണ്ട് മുതലേ ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മക്കളുടെ കാര്യങ്ങളും ഞങ്ങൾ ഗൾഫിലായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയായപ്പോൾ ആൾക്ക് അത് ചെയ്യാൻ പറ്റാത്തത് തോന്നുന്നു. ഇപ്പം ഞാൻ റിട്ടയർഡ് ആയിട്ട് പോകുന്നു. അപ്പോൾ ആളുടെ എൻറോൾമെന്റ് എല്ലാം ക്ലിയറായി. അതൊരു പ്രത്യേക അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങളുടെ മക്കളും എല്ലാവരും ഭയങ്കര മോട്ടിവേഷനാണ്. എല്ലാ കുടുംബാംഗങ്ങളും, ആളുടെ കുടുംബമായാലും ഞങ്ങളുടെ കുടുംബമായാലും ഭയങ്കര മോട്ടിവേഷനായിരുന്നു ആൾക്ക് NLB പഠിച്ച് പാസ്സാവണം എന്നുള്ള ഒരു ആഗ്രഹം. പഠിക്കാനും തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനും പ്രായം ഒരു തടസ്സമാണെന്ന് കരുതി വീട്ടിൽ ഒതുങ്ങി പോകരുതെന്നാണ് മിനി ഡേവിസിന് പറയാനുള്ളത്. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാളിനോട് അനുബന്ധിച്ച് നടത്തുന്ന ടൗൺ അമ്പ് കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ജേസൺ കരിപ്പായി ആശീർവാദം നടത്തി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മുഖ്യ അതിഥിയായി. സഹവികാരി സിബിൻ വാഴപ്പള്ളി, ജനറൽ കൺവീനർമാരായ വിൽസൺ മഞ്ഞളി, VM ആൻഡ്രു, കൺവീനർമാരായ TG അജോ, ക്ലീറ്റസ് വടക്കേത്തല, TP സരീൻ, CV ഷിജു, KG ബാബു, KK ആന്റണി എന്നിവർ സംസാരിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നായുള്ള 5 സെറ്റുകൾ ടൗൺ അമ്പിൽ പങ്കാളിയാകും. ജനുവരി 18, 19 തീയതികളിലാണ് കൊടകര തിരുനാൾ. 20-ന് ടൗൺ അമ്പും ആഘോഷിക്കും. വരന്തരപ്പള്ളി CJMA HSS സ്കൂളിന്റെ 87ാം വാർഷികം, ഹയർ സെക്കൻഡറി രജത ജൂബിലി ആഘോഷം, അധ്യാപക രക്ഷാകർതൃ ദിനം, അധ്യാപകർക്കുള്ള യാത്രയയപ്പ് എന്നിവ വ്യാഴാഴ്ച നടക്കും. രാവിലെ 10-ന് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിക്കും. മുപ്പിളിയം വട്ടപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷം ജനുവരി 14 മുതൽ ജനുവരി 22 വരെ നടക്കും. ജനുവരി 20-നാണ് മഹോത്സവം. ഇനി ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ 2026 ഡിസംബർ 1 വരെ കാലാവധിയുള്ള സമയബന്ധിത ഗവേഷണ പദ്ധതിയായ ഡെവലപ്മെന്റ് ഓഫ് പൻഡാനസ് ബേർഡ്സ് പ്രോട്ടോകോൾസ് ഫോർ ഇക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ ആൻഡ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പ്രൊജക്ട് അസിസ്റ്റന്റിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് ജനുവരി 17-ന് രാവിലെ 10-ന് അഭിമുഖം നടത്തുന്നു. ഫസ്റ്റ് ക്ലാസ്സോടെ ബോട്ടണി അല്ലെങ്കിൽ ബയോടെക്നോളജി എന്നീ വിഷയങ്ങളിലുള്ള ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. 36 വയസ്സിൽ കൂടാത്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ തൃശൂർ പീച്ചിയിലുള്ള ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. 2 ഒഴിവുകളാണ് ഉള്ളത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7225, പവന് 57,800 രൂപ. തലൂർ കണ്ണനായ്ക്കൽ ആലുക്ക സിൽബി അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആലീസാണ് ഭാര്യ. ശീതൾ, ശ്യാമൾ, ഷാരോൺ എന്നിവർ മക്കളും. സിബിൻ, ജിൻഡോ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി തൃശൂർ. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് കലാകിരീടം തൃശൂരിലെത്തുന്നത്. പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കിയ ജനകീയ മോണിറ്ററിംഗ് പദ്ധതി കൂടുതൽ പ്രായോഗികമാക്കണമെന്ന ആവശ്യം ഉയരുന്നു. നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുന്നതിന് മുൻപ് ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കാൻ കഴിയണമെന്ന് ആവശ്യം. പ്രസിദ്ധമായ വരാക്കര പൂരത്തിനും പുതുക്കാട് പാലാഴി അമ്പലക്കടവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരജ്യോതി ഉത്സവത്തിനും പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിനും കൊടിയേറി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അളഗപ്പനഗർ പഞ്ചായത്തിൽ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തോടനുബന്ധിച്ച് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പുതുക്കാട് സെന്ററിൽ പ്രചാരണ ജാഥ നടത്തി.
ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.